വിവാഹം എന്താണ്, എങ്ങനെയാണ് എന്ന അറിവും ധാരണയും എല്ലാം നമ്മുടെ മക്കൾ വളർത്തിയെടുക്കുന്നത് പേരൻസിൽ നിന്നും, ചുറ്റും കാണുന്ന ജീവിതങ്ങളിൽ നിന്നും, സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുമൊക്കെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്റെ അവസ്ഥ നിനക്ക് വരാതിരിക്കാനാണ് രണ്ടക്ഷരം പഠിച്ച് നല്ല ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ എന്ന് പറയുന്ന അമ്മമാരും, വിവാഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നീ പെട്ടുവല്ലേ എന്ന് പറയുന്ന കൂട്ടുകാരും ഒന്നും തന്നെ വിവാഹത്തിന്റെ നല്ല വശങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇക്കാലത്തെ പെൺകുട്ടികൾ സ്വതന്ത്രമായ ആശയങ്ങളോടും ജീവിത ശൈലിയോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയക്കുന്നവരാണ് ഭൂരിഭാഗം കുട്ടികളും. അപ്പോഴാണ് പലപ്പോഴും വിവാഹം കഴിയട്ടെ, നിന്റെ ഈ തോന്മാസമൊക്കെ നിന്നോളൂ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ വീണ്ടും അവരിൽ ഭീതി ജനിപ്പിക്കുന്നത്. TV സീരിയലുകളും സിനിമകളുമെല്ലാം ഇന്ന് ഭർത്താവിന്റെ വീട്ടിലെ ജീവിതത്തെ വളരെ ദുരന്തപൂർണമായാണ് ചിത്രീകരിക്കുന്നത്. കൂടാതെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റിയൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലെ ഈ ഭയം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. മരുമക്കളെ ശത്രുപക്ഷത്തിൽ നിന്ന് ദ്രോഹിക്കുന്ന അമ്മായിയമ്മയും നാത്തൂനെയും ഒക്കെയാണ് ഇത് പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കൗമാരപ്രായം മുതൽ തന്നെ നമ്മുടെ മക്കളിൽ വിവാഹത്തെക്കുറിച്ചും തുടർ ജീവിതത്തെക്കുറിച്ചും ഒരു പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹപ്രായമായ മക്കളിൽ ഇതുപോലെ വിവാഹത്തെക്കുറിച്ച് പേടിയോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട പ്രോപ്പർ സപ്പോർട്ടും സഹായവും നൽകി ആ തെറ്റിദ്ധാരണകളും ഭയങ്ങളും മാറ്റുവാൻ അവരെ സഹായിക്കുക. നിങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അവർക്ക് നൽകുന്നത് എന്തുകൊണ്ടും അനിവാര്യമായിരിക്കും.